മമ്മൂട്ടിയില്ലേ? ഇല്ല, ഞാൻ മമ്മൂക്കയുടെ മരുമോനാ. മാമ സാധനങ്ങൾ എടുക്കാൻ ടൗണിൽ പോയിരിക്കുക. ഞാൻ പിന്നെ വരാം. ചേച്ചി പോവല്ലേ? ഇത് ശിവൻകുട്ടിയേട്ടന്റെ വൈഫാണ്. ചേച്ചിയെ ലിസ്റ്റിംഗ് തന്നെ. നിക്ക്. ഈ മാസം പറ്റ് കുറച്ച് കൂടുതലാണെന്ന് ചേച്ചി. കഴിഞ്ഞ മാസത്തെ ഒരു 300-350 രൂപയോളം ബാലൻസ് ഉണ്ട്. ഈ മാസം അക്കൗണ്ട് ക്ലിയർ ചെയ്തോളാം. കേട്ടില്ല. ഈ മാസം അക്കൗണ്ട് ക്ലിയർ ചെയ്തോളാം. പറ്റുകാശ് ഒരു മാസവും മൊത്തം കൊടുത്തു തീർത്തിട്ടില്ലല്ലോ. എല്ലാ മാസവും ഒരു 100-200 ബാലൻസ് ഇട്ടല്ലേ നിങ്ങൾ പറ്റ് തീർക്കുന്നത്. കബീറെ, സാധനം എടുക്കാൻ വരട്ടെ. ഈ മാമയുടെ കച്ചവടം വെറുതെ അല്ല കര പിടിക്കാത്തത്. സാരില്ല കബീറെ, ഞാൻ പിന്നെ വരാം. അവരൊരു സാധുവാണ്. സാധുക്കളെ സംരക്ഷിച്ച് നിർത്താനല്ലോ പണം മുടക്കി പലചരക്കട നടത്തുന്നത്. പക്ഷെ എത്ര പറ്റിയാലും ശിവൻകുട്ടിയേട്ടൻ കിട്ടുന്ന പൈസ കൊണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാറുണ്ട്. മമ്മദിക്കൊക്കെ അറിയാം ശിവൻകുട്ടിയെ. വെട്ടിപ്പും തട്ടിപ്പും ഒന്നും ഇല്ലാത്ത ആളാ. ആയിരിക്കാം. എന്ന് വെച്ച് കടയിലെ കാര്യം നോക്കണ്ടേ? നീ നിന്റെ ജോലി. ഒരു കുടയെടുക്കാത്ത എന്റെ ദേവു, മഴ വരുന്ന കണ്ടില്ലേ? എന്താ സഞ്ജീവ്? ഇക്കാടെ കടയിൽ പോയിരുന്നു. അയാളുടെ മരുമോനെ അവിടെ ഇരുന്നത്. കാശ് തരാതെ സാധനം തരില്ലെന്ന് കടക്കാരൻ പറഞ്ഞു. അയാൾ അങ്ങനെ പറഞ്ഞോ? നിങ്ങളിവിടെ നിൽക്കേ, ഞാൻ വേണ്ട ശിവേട്ടാ. നിൽക്കേ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? അതെ, എത്ര ഇവിടുത്തെ പറ്റുകാശ്? ശിവൻകുട്ടിയാ? 1470 രൂപ. മമ്മദിക്കയുടെ മരുമകനല്ലേ? അതെ സുഹൃത്തെ, ശിവൻകുട്ടി 5-6 വർഷമായി മമ്മദിക്കയുടെ പീടി എന്നാ സാധനം വാങ്ങുന്നത്. പറ്റുകാശ് തീർക്കാൻ ചിലപ്പോ പറഞ്ഞ ദിവസത്തിൽ നിന്ന് 3-4 ദിവസം മാറി എന്നിരിക്കും. പക്ഷെ ശിവൻകുട്ടി പറ്റിയിട്ട് ആരെ ഇതുവരെ പറ്റിച്ചിട്ടില്ല. ആ വിശ്വാസം എന്നോടുള്ളതുകൊണ്ടാ ഇയാൾക്ക് ടൗണിൽ കട കണ്ടുപിടിക്കാൻ ഇക്ക എന്നെ ഏർപ്പാടാക്കിയത്. ശിവൻകുട്ടി, ഞാൻ വേണ്ട, ഇക്ക വരുമ്പോ പറഞ്ഞിരുന്നാ മതി കണക്കിൽ ക്ലോസ് ചെയ്യുന്നു. ആ, ബാക്കി എടുക്കും. ₹10 കൂടുതലുണ്ട്. എന്ത് പറഞ്ഞു? കൊടുക്കാനുള്ള കാശ് അയാളുടെ മേശപ്പുറത്ത് വെച്ചിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്തേക്കാൻ പറഞ്ഞു. എവിടുന്നാ കാശ്? ശിവനെ ബിസിനസ്സിലെ ഇത്തരം പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റി വിടും ദേവു. ഇന്നൊരു കോളത്തിൽ കിഴക്കേതിലെ നാരായണന് ഒരു കാർ ശരിയാക്കി കൊടുത്തു. കരക്കേടില്ലാത്തൊരു കമ്മീഷൻ കിട്ടി. ആ, വണ്ടി കയറി ദേവു. നമ്മളിന്ന് ഹോട്ടൽ പാരഡൈസിൽ ഫുഡ് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തമിഴ് സിനിമ കാണുന്നു. ആ, കേറ്. ഞങ്ങൾ വരാം. നിങ്ങൾ ഇത്ര നേരം എവിടെ ആയിരുന്നു? സഞ്ചി എടുത്ത് പലചരക്കടയിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയല്ലേ? ഞാൻ അളിയനെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. എത്തിയില്ലേ? ഇല്ല. ഞങ്ങളൊരു സിനിമയ്ക്ക് പോയിരുന്നു. എന്നെ കൂടെ കൊണ്ടുപോവാൻ ഞാൻ എന്താടാ? ശിവാജി കാണാൻ 2 പാസ് ഒത്ത് കിട്ടി. വഴി വെച്ച് ഇവരെ കണ്ടപ്പോ പിന്നെ വണ്ടി നേരെ തിയേറ്ററിലേക്ക് വിട്ടു. ശിവേട്ടനെ ആരോ വിളിക്കുന്നുണ്ട്.